ഷാർജയിൽ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ബീച്ച് ഫെസ്റ്റിവലിന് തുടക്കമായിരിക്കുകയാണ്. ഷാർജ അൽഹീര ബീച്ചിലാണ് ഈ മേള നടക്കുന്നത്. എല്ലാ ദിവസവും വൈകുന്നേരമാണ് ഈ മേള. നമുക്ക് ആ മേളയിലേക്ക് പോകാം. വൈകുന്നേരം 5 മുതലാണ് ബീച്ച് ഫെസ്റ്റിവൽ വേദി സജീവമാവുക. കുട്ടികൾക്കും കുടുംബങ്ങൾക്കുമായാണ് ബീച്ച് ഫെസ്റ്റിവൽ വിഭാവനം ചെയ്തിരിക്കുന്നത്. ഷാർജ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി അഥവാ ഷുറൂക്കാണ് മേളയുടെ സംഘാടകർ. മേളയുടെ ഭാഗ്യചിഹ്നമാണിത്. നീമോ എന്നാണ് പേര്. ഒരു കൊച്ചു മീനാണിത്. ആനിമേഷൻ സിനിമകളിലൂടെ സുപരിചിതനായ നീമോ എന്ന കുഞ്ഞു മത്സ്യത്തിന്റെ കുസൃതികൾക്കൊപ്പം കുട്ടികൾക്കും കൂടാം. മലയാളികളടക്കം നിരവധി കുടുംബങ്ങൾ ആദ്യ ദിവസം തന്നെ ബീച്ച് ഫെസ്റ്റിവൽ ആസ്വദിക്കാനെത്തിയിരുന്നു. ഞങ്ങൾ വെറുതെ സമ്മറൊക്കെ അല്ലേ, അപ്പം വെറുതെ പിള്ളേരായിട്ട് പുറത്തിറങ്ങിയതാണ്. കുഴപ്പമില്ല, പിള്ളേരൊക്കെ എൻജോയ് ചെയ്ത്. കുഴപ്പമില്ല, നല്ല പരിപാടിയാണ്. എന്തൊക്കെയാണ് പ്രധാനമായിട്ട് എൻജോയ് ചെയ്യുന്നത്? കുറേ കുട്ടികൾക്കുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ മോനൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്ത്. കുട്ടികളുടെ ഒപ്പം വന്നതാണ്. ഞാൻ എൻ്റെ മോളുടെ കൂടെ 2 മാസത്തിന് വിസിറ്റിങ്ങിന് വന്നതാണ്. കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. വേനൽ ചൂടിൽ ശരീരം കുളിപ്പിച്ച് കുട്ടികൾക്ക് ചാടിത്തിമിർക്കാൻ കൊച്ചു നീന്തൽക്കുളങ്ങളും മേളയുടെ ഫൺ സോണിന്റെ ഭാഗമാണ്. Interesting attraction, you can say, all the lights, and it's distracting from like long way that anybody can come and see what's going on. Actually, we are also coming the first time. Just we have seen the light and it's so attraction, so we came here and understood that this is good for the boys or kids, those who can play well. കുട്ടികൾക്കായി വിവിധ ശില്പശാലകളുണ്ട്. ഇവിടെ ഫുട്ബോൾ മുതൽ വിവിധ കളികളിൽ കുട്ടികൾക്ക് പരിശീലനം നേടാം. രുചികൾ ആസ്വദിക്കാൻ ലഘു ഭക്ഷണശാലകളുണ്ട്. സെപ്റ്റംബർ 15 വരെയാണ് ഷാർജ അൽഹീര ബീച്ചിലെ മേള. സന്ധ്യ മയങ്ങുമ്പോൾ ആരംഭിക്കുന്ന മേളയിലെ പരിപാടികൾ രാത്രി 10 വരെ നീണ്ടു നിൽക്കും.